വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ആ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ചൂണ്ടയിരിപ്പുണ്ട്, ആ ചൂണ്ടയിട്ടിട്ട് ഒരു ഫിലോപ്പീനോ കരിമീനോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വൈഫിനോണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈഫിന് നല്ല സന്തോഷമായിരിക്കും. നല്ല പുളിഞ്ചാറും കൂട്ടി ഭക്ഷണം കഴിക്കാം, അടിപൊളിയായിരിക്കും. പക്ഷെ വേറൊരു കേസുണ്ട്, ഈ ചൂണ്ടയിട്ടിട്ട് ഈ കരിമീൻ കിട്ടാണ്ട് ഫിലോപ്പി കിട്ടാണ്ട് ഒറ്റ വലി വരുത്തി എൻ്റെ തൊണ്ടക്ക് കുളത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പണിപാട് ഞാൻ ചത്തുപോകും. എൻ്റെ വീട്ടിൽ ആർക്ക് കൊച്ചുങ്ങളെ നോക്കാൻ പറ്റും? അതുകൊണ്ട് ചൂണ്ട വേണ്ട. പിന്നെന്ത് ചെയ്യൂടപ്പൻ? ഓ ഇവിടെ നിന്ന് മാറിയിരിക്കാം. ആ തേങ്ങ എങ്ങാനും വന്നൊരു തലയിൽ വീണിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചുങ്ങൾക്കും വൈഫിനും ആരുണ്ടാവും? ഞാനിപ്പോ രക്ഷപ്പെട്ടിട്ട് നീക്കാൻ എന്താണ് തേങ്ങ തലയിൽ വീണിട്ട് എൻ്റെ കൊച്ചുങ്ങൾക്കും വൈഫിൻ്റെ ആരുണ്ടായ? അനുചേട്ടന് പണിക്കാൻ പാടില്ല. പഠിക്കാം. എന്താണ് എന്ത് പണിയാണ്? സെക്യൂരിറ്റി പണിക്കാ. ഞാൻ എന്തിനാണ് സെക്യൂരിറ്റി പണിക്ക് പോയിട്ട് ഈ ഇത്രയും പൈസ തുച്ഛമായ കാശിന് വേണ്ടി ഇവിടെ ചാകണത്? എന്റെ ആലോചിച്ചിട്ട് സെക്യൂരിറ്റി പണി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതിൽ പവറാണ്. പോലീസ് കമാൻഡ് വെക്കണ ഇങ്ങനെ കത്ത് തോക്ക് പിന്നെ കത്തി ഇതൊക്കെ പവറാന്നറിയോ? കമാൻഡോ കത്തി തോക്ക് പവർ. എടാ ആരെങ്കിലും വന്ന് എന്നെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചിനും വൈഫിനും ആരുണ്ടാ? എന്നാ വേണ്ട, സെക്യൂരിറ്റി പണിക്ക് പോകണ്ട, വിട്ടേക്ക് വിട്ടേക്ക്. തെങ്ങ് കയറാൻ പറ്റുമോ? തെങ്ങ നല്ല കാശ. എടാ ഈ തെങ്ങ് കയറുന്ന കേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് മടിയാണ്, എനിക്ക് പറ്റില്ലത്. എന്റെ ആൻഡോ ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കയറണ്ട. പിന്നെ നല്ല മിഷൻ കിട്ടും, മിഷൻ ഇങ്ങനെ ചവിട്ടി കേറാ അങ്ങോട്ട്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, മിഷൻ അതൊക്കെ ഈ മിഷന് ചവിട്ടി ചവിട്ടി ചെയ്ത് കയറി പൊക്കത്തേക്ക് എത്തുമ്പോ ഏതെങ്കിലും ഒരു ഞെട്ടും ബോൾട്ടും അഴിഞ്ഞു പോയാൽ ഞാൻ അപ്പത്തെ ചടയെന്ന് പറഞ്ഞ് നിലത്തേക്ക് തലയടിച്ച് ഞാൻ ചത്തുപോകൂലേ? അപ്പൊ എന്റെ കൊച്ചിനും വയസ്സിനും ആരുണ്ട്? പോത്തിനെ വളർത്താൻ പറ്റുമോ? പൊന്നു പോത്തെ എന്താ പോത്തിന് ഞാൻ വളർത്തണോ? പോത്തിന് വെറുതെ വളർത്തിയാ മതിയാ? ഇല്ല, പുല്ല് വൈക്കോല് കൊടുക്കണം. ഈ പുല്ലും വൈക്കോലൊക്കെ കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ല. പോട്ടെ, അത് കൊടുക്കാന്ന് വിചാരിക്കും. പോത്തിന് ഇത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പോത്തിന് ഞാൻ കഴിച്ചു വിടുമ്പോ ആ കയറ് എന്റെ കഴുത്തെ ചുറ്റിട്ട് പോത്തിനെ വലിച്ചോണ്ട് പോയി തലയടിച്ച് വിടണമെങ്കിൽ എന്റെ കൊച്ചുങ്ങൾക്കും മക്കൾക്കും ആരുണ്ടാവും? അത് നീ ആൻസർ പറഞ്ഞ. വാട്ട് ഈസ് യുവർ ആൻസർ? പറയൂ. വേറെ പണിയുണ്ട്. എന്താണ് അത്? നമ്മുടെ പ്രജിത്തിനോട് പറഞ്ഞിട്ട് പെയിന്റിങ്ങിന് പോയാലോ? എടാ പടേ, ഉടുക്കത്തെ ചൂട് സമയത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല. വിശർത്ത് കുളിച്ച് ചാകും, പെയിന്റിന് വെള്ളം കുടിയെന്ന് പറഞ്ഞ് ഓണർ തന്നെ പറഞ്ഞു വിടും. ചേട്ടന്റെ കുടുംബം നോക്കിയാ പോരെ? മതി. ആര് നോക്കണം അപ്പൊ? ആര് നോക്കും അപ്പൊ? ഇത് ഞാൻ നോക്കാം. എടാ പടേ, നിനക്കിത് ആദ്യം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ചോദ്യം ചോദിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാകും?